പീറ്റർ ഇടപെട്ടതുകൊണ്ടല്ല ചാക്കോച്ച ഞാൻ ഈ മാമോദിസ നടത്തിയത്. ആ കുഞ്ഞ് സത്യത്തിൽ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? അവളുടെ തള്ള തെറ്റുകാരിയല്ലേ അച്ചു? ആരാ അവളെ തെറ്റുകാരിയാക്കിയത്? ജീവിക്കാൻ മാർഗമുണ്ടായിരുന്നെങ്കിൽ ക്ലാര തെറ്റ് ചെയ്യുമായിരുന്നു. അവളെ സഹായിക്കുന്നതിന് പകരം നശിപ്പിച്ചത് നമ്മളാണ്, പുരുഷന്മാർ. ആ നിലയ്ക്ക് ആരാണ് തെറ്റുകാർ? അവളോ നമ്മളോ? ഇവിടെ എത്രയോ അച്ഛന്മാർ വന്നു പോയി, പക്ഷെ ഇത്രയും വലിയൊരു മനസ്സ് ഞാൻ ആരിലും കണ്ടില്ല. ഇതിൽ മഹത്വമൊന്നുമില്ല ചാക്കോച്ച. ഒരു വൈദികന്റെ കടമയാണ് ഞാൻ ചെയ്തത്. പക്ഷെ ഒരു കാര്യം, അച്ഛനെ ഭീഷണിപ്പെടുത്തി മാമോദിസ നടത്തിയെന്ന് പീറ്റർ നാളെ പറഞ്ഞുകൊണ്ട് നടക്കും. പീറ്റർ അത്രക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആള് നല്ലവനാണ് അച്ചു, പക്ഷെ കൂട്ടുകെട്ടാ അവനെ ചീത്തയാക്കിയത്. അതെന്താ? പീറ്റർ ഇവിടുത്തെ ശവപ്പെട്ടിപ്പണിക്കാരൻ എസ്തപ്പാന്റെ മോനാ. ഞങ്ങളുടെ ഒക്കെ സഹായം കൊണ്ടാ അവൻ പഠിച്ച് BA പാസ്സായത്. പക്ഷെ അത് കഴിഞ്ഞപ്പോ തലതിരിഞ്ഞുപോയി. കാരണം? അഹങ്കാരം. അല്ലാതെന്താ? നാട്ടിലുള്ള സർവ്വ കുഴപ്പത്തിന്റെയും പുറകിൽ അവൻ കാണും. പണ്ട് ഇവിടെ ഇരുന്ന അച്ഛന്മാരുമായി എന്നും വഴക്കായിരുന്നു. നിങ്ങൾ എല്ലാവരും കൂടെ മനസ്സ് വെച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി അവൻ ഉണ്ടാക്കി കൊടുക്കാമായിരുന്നു. തൊഴിലില്ലാതെ അലയുന്നത് കൊണ്ടല്ലേ അവൻ നിങ്ങൾക്ക് ഒരു തലവേദനയായി മാറിയിരിക്കുന്നത്. അതും ശരിയാണ് അച്ചു. എനിക്ക് അവനെ ഇഷ്ടമാ. പക്ഷേ ഒരു കാര്യത്തിലേ എനിക്ക് അവനോട് അഭിപ്രായ വ്യത്യാസമുള്ളൂ. എന്താ? നമ്മുടെ പള്ളിക്കൂടത്തിലെ അശ്വതി ടീച്ചറിന്റെ വീട്ടിൽ അവൻ ഇപ്പൊ കയറി ഇറങ്ങി നടക്കുക. പെണ്ണിന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പള്ളിക്കൂടത്തിനായിരിക്കും പേരുദോഷം. കൈക്കാരൻ എന്ന നിലയ്ക്ക് എനിക്കത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റുമോ? ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാം. ഇതൊക്കെ വളർത്തുദോഷമാണ് അച്ചു. മാതാപിതാക്കന്മാർ വേണ്ടത്ര ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കൾ പരുന്തും കാലേ പോവും. കേട്ടോ അച്ചു, എനിക്ക് മക്കളില്ല. എന്റെ അനന്തരവൻ ജോണിയെ ഞാൻ ദത്തെടുത്ത് വളർത്തുക. ഓഹോ, ജോണി ദത്തുപുത്രനാണല്ലേ? അതെ അച്ചു. കൊച്ചിലേ മുതൽ ദൈവഭയത്തിലും ചൊല്ലുവിളിയിലുമാണ് ഞാൻ അവനെ വളർത്തുന്നത്. ഇത്രയും പ്രായമായെങ്കിലും ഇന്നുവരെ ഒരു പെൺകൊച്ചിന്റെ മുഖത്ത് പോലും അവൻ നോക്കിയിട്ടില്ല. ജോണി, എന്താണ് ചേട്ടൻ നമ്മുടെ ഈ ബന്ധം അറിഞ്ഞാൽ എന്താ? ജോണിക്ക് ചേട്ടന്റെ സ്വഭാവം അറിഞ്ഞൂടെ? ഞാൻ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ നിന്റെ ചേട്ടൻ ഒരിക്കലും എതിർക്കില്ല. ജോണിയുടെ അച്ഛൻ സമ്മതിക്കുന്നു. ഈ പീറ്ററിന്റെ സഹോദരിയാണെന്ന പേരിൽ അച്ഛനെ എതിർത്താൽ ഞാൻ അച്ഛനോട് യാത്ര പറഞ്ഞിറങ്ങിപ്പോയി. എന്നെ എടുത്തു വളർത്തിയെന്നല്ലാതെ ഞാൻ അച്ഛന്റെ അടിമയൊന്നുമല്ല. എനിക്ക് വേണ്ടി ജോണി എല്ലാം നഷ്ടപ്പെടണം. ഈ ലോകം മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ എന്നും എന്റേതായി തീർന്നാൽ മാത്രം മതി. എന്റെ ജോണി, വല്ലവരും കണ്ടാൽ കാണട്ടെ എന്നത് ഒഴിച്ചു നോക്കാൻ പറ്റില്ലല്ലോ. അയ്യോ, നേരെ ഒത്തിരി. ഞാൻ പോട്ടെ. ഞാൻ കാറെ കൊണ്ടുവിടാം. അതെ, കല്യാണം കഴിഞ്ഞിട്ട്. എസ്തപ്പാൻ ചേട്ടന് നമ്മുടെ ക്ലാരയെ അടുത്തറിയാമല്ലോ. എരപ്പാളി, ആ പിഴയത്തോടടുത്ത് ഞാനെപ്പോഴാ അടുത്തത്? അല്ല, ആളെ അറിയാമല്ലോ എന്ന് പറയായിരുന്നു. അവളെ ആരാ അറിയാത്തത്? തന്തയില്ലാത്തൊരു കൊച്ചിനെ പറ്റവളല്ലേ? ആന്നേ. നമ്മുടെ മോന് വല്ല കാര്യമുണ്ടോ ആ കൊച്ചിനെ മാമോദിസ മുക്കിക്കാൻ? ടീച്ചർ മുക്കിച്ചോ? അതേ റീതാ ചേട്ടത്തി പള്ളിമേടെ കയറി വന്ന് അച്ഛനെ ഭീഷണിപ്പെടുത്തി. മാമോദിസ മുക്കി കൊടുത്തില്ലെങ്കിൽ കുട്ടി കുടലെടുത്തോളെന്ന് പറഞ്ഞു. ടീച്ചറോ? അതേന്ന്. അച്ഛൻ പാവമല്ലേ, അത് ഞാൻ പേടിച്ച് മാമോദിസ നടത്തി കൊടുത്തു. കേട്ടോടി നിന്റെ മോന്റെ ഗുണവധികാരം. ഇയാള് കള്ളു കുടിച്ചോണ്ട് വന്നിരുന്ന ഏഷണി പറയുക. ഞാൻ എന്തിനാ ഏഷണി പറയുന്നത്? ടീച്ചർ എവിടെ വേണമെങ്കിലും പോയി വഴക്കുണ്ടായിക്കോട്ടെ. പക്ഷെ പള്ളിക്കാരത്തിൽ തൊട്ട് കളിക്കുന്നത് ചീത്തക്കളിയാണെന്ന് പറയാനാ ഞാൻ വന്നത്. തോമാ, എന്റെ മോൻ വരുമ്പോ ഞാൻ ഇക്കാര്യം അവനോട് ചോദിക്കും. നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ ഞാൻ അവനെ നിന്റെ വീട്ടിലോട്ട് അയക്കും. എന്റെ പൊന്നു ചേട്ടത്തി, ദൈവത്തെ ഓർത്ത് അത് മാത്രം ചെയ്യരുത്. അവൻ വന്നാൽ എന്നെയും കൊന്ന് പെരക്ക് നീ മറ്റേ പോവുള്ളൂ. അപ്പൊ നീ പറഞ്ഞത് കള്ളമല്ലേ? എന്റെ ശുദ്ധഗതിക്ക് ഒരു മണ്ടത്തരം പറഞ്ഞു പോയതാ. അയ്യോ, തലതെറിച്ചവൻ വരുന്നുണ്ടേ എന്ന് ചോറ് വിളമ്പി കൊടുക്ക. നിങ്ങൾ എന്തിനാ അവനെ ഇങ്ങനെ പ്രാകുന്നത്? എങ്ങനെ പ്രാകാതിരിക്കും? കണ്ണു തെളിയട്ടെ എന്ന് വെച്ച് BA വരെ പഠിച്ചു. എന്നിട്ട് ഇപ്പൊ തെണ്ടി നടക്കല്ലേ? ഈ എരപ്പാളി കാരണം ആലീസിനെ കെട്ടാനൊരു പട്ടിയും മനസ്സിലടി. നല്ല ഒന്നാന്തരം ചെറുക്കനെ കണ്ടുപിടിച്ച് അവന്റെ പെങ്ങളെ അവൻ കെട്ടിച്ചോളും. നിന്റെ അമ്മയെ കെട്ടിക്കും.
പെണ്ണിന്റെ കണ്ണിനകത്തൊരു ഞെക്കുവിളക്കുണ്ട്, അത് കണ്ണിലടിച്ചാൽ പിന്നെ കാണാ കുടുക്ക് തന്നെ. ഈ പെണ്ണിന്റെ ആ പെണ്ണേതാണെന്ന് അറിയാമോ? പീറ്ററിന്റെ പെങ്ങളാ. അയ്യോ, ചതിച്ചല്ലോ ഭഗവാനെ. പെങ്ങളെ, പെങ്ങളെ, എന്റെ പൊന്നു പെങ്ങളെ ആളറിയാതെ പാടിപ്പോയതാ. ദയവ് ചെയ്ത് പീറ്ററേട്ടനോട് പറയരുതേ. അശ്വതിയുടെ അച്ഛനുള്ള കാലത്ത് ചാക്കോ മുതലാളി അവിടെ താമസിക്കാൻ സ്ഥലം തന്നത്. ഈ വീട് ഞങ്ങൾ വെച്ചതാ. ചുറ്റും കാണുന്ന ദേഹണ്ണവും ഞങ്ങളുടേതാ. അതൊക്കെ ശരിയായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ സ്ഥലം ഞാൻ ചാക്കോ മുതലാളിയോട് വിലക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട്ടിൽ വെറും കൈയോട് ഇറങ്ങി പോണം എന്ന് പറയുന്നത് എന്ത് ന്യായമാ? ടീച്ചറിന് ന്യായമൊന്നും പഠിപ്പിക്കണ്ട. മര്യാദയ്ക്ക് വീട് ഒഴിഞ്ഞിരുന്നതാണ് നല്ലത്. ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങില്ല. ഇറങ്ങിയില്ലല്ലേ? അകത്തെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിടാ. അയ്യോ, ഈശ്വരൻ നിരക്കാത്ത പ്രവൃത്തി ചെയ്യരുത്. അങ്ങോട്ട് മാറി നിൽക്കണല്ലേ. നോക്കി നിൽക്കാതെ അകത്ത് എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്തിടാ. അകത്ത് നിന്ന് എടുത്ത സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് കൊണ്ടുപോയി. നിൽക്കണവിടെ. നിന്നെയൊക്കെ വിളിച്ചോണ്ട് വന്ന് പീറ്റതല്ല, ഞാനാണ്. സാധനങ്ങൾ മുഴുവൻ എടുത്ത് പുറത്തോടെ. സാറ് തന്നെ അങ്ങ് എടുത്തോണ്ടാ മതി, ഞങ്ങളെ കൊണ്ട് ഒക്കില്ല. നിനക്കൊക്കെ പേടിയാണെങ്കിൽ ഞാൻ എടുക്കാം. ഉണ്ണേ, നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പോകും. ഈ പടി കടക്കുകയോ അവരുടെ ഏതെങ്കിലും സാധനങ്ങൾ തൊടുകയോ ചെയ്യരുത്. തൊട്ടാതെ എന്ത് ചെയ്യും? ടീച്ചർ, എന്താ ഇത്? ഏത് പ്രശ്നവും സമാധാനമായിട്ട് കൈകാര്യം ചെയ്യുന്നതല്ലേ നല്ലത്? അച്ചോ, മര്യാദയ്ക്ക് കാര്യം പറഞ്ഞാൽ ഇവന് മനസ്സിലാകും. അതുകൊണ്ട് എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യും. അത് ഒരു നല്ല രീതിയല്ല ടീച്ചർ. തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കുക, ഞാൻ മാറി തന്നെ. അച്ഛന്റെ രീതിക്ക് ഈ പ്രശ്നം പരിഹരിച്ചു. ഉണ്ണി, എന്താ കാര്യം? അച്ചോ, ഞാൻ ചാക്കോ മുതലായിട്ട് വാങ്ങിയ സ്ഥലമാണ്. എനിക്ക് ഇതിന്റെ ഉടമസ്ഥാവകാശം കിട്ടണം. അതിന് സമ്മതിക്കില്ലെങ്കിൽ എന്നെ കൊണ്ടാവുന്നു ഞാനും നോക്കോളാം. ലക്ഷ്മിയമ്മേ, എന്താ പ്രശ്നം? ഉണ്ണിക്കിപ്പോ തീറ് കൊടുത്ത 3 ഏക്കർ സ്ഥലത്താണ് അശ്വതിയുടെ വീട് നിൽക്കുന്നത്. അവിടെ ഉണ്ണി ഒരു റബ്ബർ ഫാക്ടറി തുടങ്ങാൻ പോകും. ചാക്കോച്ചനും അതിൽ പങ്കാളിയല്ലേ? അങ്ങനെ കാര്യമായിട്ട് മുതൽ മുടക്കൊന്നുമില്ല. ഉണ്ണി ജപ്പാനിൽ പോയി അതേപ്പറ്റി കൂടുതൽ പഠിച്ചു വന്നപ്പോ ഒരു ഫാക്ടറി തുടങ്ങാൻ സഹായിക്കണമെന്ന് എന്നോട് പറഞ്ഞു. വളരെക്കാലമായിട്ട് എന്റെ കൂടെ മാനേജറായിട്ട് നിൽക്കുന്ന ആളാണല്ലോ. അതുകൊണ്ട് എന്റെ വകയായിട്ട് സ്ഥലം ഞാൻ തീർന്നു. 10-20 വർഷമായിട്ട് അശ്വതിയുടെ കുടുംബം ആ വസ്തുവിൽ കുടികിടക്കുകയല്ലേ? മുതലാളി ഇഷ്ടദാനം കൊടുത്തൊന്നുമല്ലല്ലോ. മറ്റൊരാൾക്ക് വസ്തു വിറ്റപ്പോ അങ്ങോട്ട് ഇറങ്ങി കൊടുക്കുന്നല്ലേ മര്യാദ. അവർക്ക് ആ സ്ഥലത്ത് ദേഹണ്ണമുണ്ടല്ലോ. അത് വെട്ടിക്കളഞ്ഞിട്ട് വേണം ഫാക്ടറി പണിയാൻ. അപ്പൊ പുരയോ? പൊളിച്ച് ദൂരെ കളയും. അശ്വതിക്ക് അച്ഛനില്ല. പള്ളിവക സ്കൂളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. ആ നിലയ്ക്ക് അവര് വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല. അത് ശരിയല്ല ഉണ്ണി. വിധവകളെയും മാതാപിതാക്കന്മാരില്ലാത്ത കുഞ്ഞുങ്ങളെയും ഞെരുക്കുന്നത് തലപ്പെട്ട ദോഷമാണ്. അച്ചോ, ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്തൊരു തീരുമാനം അച്ഛനെടുത്താട്ടെ. ആ പറമ്പിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു 15 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. 15 സെന്റ് സ്ഥലവും ഒരു സൂചി കുത്ത സ്ഥലം ഞാൻ കൊടുക്കില്ല. ഉണ്ണിയുടെ നിലപാട് ഇതാണെങ്കിൽ ചിലപ്പോ അവരവിടെ നിറങ്ങിയില്ലെന്ന് വരും.
ഇറക്കാൻ ഇവിടെ പോലീസും കോടതിയും കൊണ്ടച്ചോ. ഉണ്ണി, പഴയ കാലമൊന്നുമല്ല. നീതിക്കെതിരായിട്ട് എന്ത് നടന്നാലും ഇന്ന് പാവപ്പെട്ടവരെല്ലാം ഒന്നിച്ചുകൂടും. പോലീസിനും പട്ടാളത്തിനുമൊന്നും ആ ശക്തിയെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞെന്ന് വരില്ല. എനിക്ക് നീതി എന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യും. അച്ചോ, ഞാനൊരു കാര്യം പറയാം. ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുത്തേക്കാം. മുതലാളി എന്തായി പറയുന്നത്? രണ്ടു കൂട്ടരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാനിത് പറയുന്നത്. ഉണ്ണി അതങ്ങ് സമ്മതിക്കും. അച്ചോ, അച്ഛൻ ഇടനിലക്കാരനായി നിന്ന് ഈ പ്രശ്നം ഇന്ന് തന്നെ ഒന്ന് തീർത്താട്ടെ. ഈ 10 സെന്റ് സ്ഥലം കൊണ്ട് അവർ എന്ത് ചെയ്യും? കയറി കിടക്കാൻ ഒരു വീട് വേണ്ടേ? വേണം. ഒരു വീട് തല്ലിക്കൂട്ടിയിട്ട് മാറിയാൽ മതി. അതുവരെ ഒന്ന് ക്ഷമിക്കാൻ ഞാൻ ഉണ്ണിയോട് പറയാം. വീട് വെക്കാൻ പണം വേണ്ടേ അച്ചോ? അതും ഉണ്ണി തരണമെന്നാണോ? എന്താ സംശയം? അത് ശരിയാണോ പീറ്ററെ? അച്ചോ, 20 വർഷമായിട്ട് അവർ ആ മണ്ണിൽ കുടികിടക്കും. അവർക്ക് ആ ഭൂമിയിൽ ദേഹന്നുമുണ്ട്. സാമാന്യം ഭേദപ്പെട്ടൊരു പുരയുമുണ്ട്. അത് ഉപേക്ഷിച്ചിട്ട് കയ്യും വീശിയിട്ട് ഇറങ്ങിപ്പോണെന്നാണോ? 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നില്ലേ? പിന്നെന്ത് വേണം? പുര പൊളിച്ച് മാറ്റിവെക്കാൻ ഒരു 10,000 രൂപ കൂടി ഉണ്ണി കൊടുക്കണം. അതെന്ത് ന്യായമാണ്? ന്യായം എന്തായാലും അത് കൊടുത്തേ പറ്റും. ഉണ്ണി അത് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ അവർ മാറുകയുമില്ല. മാറിത്തരാമെന്ന് അവർ സമ്മതിച്ചല്ലോ. അച്ചോ, അശ്വതിയും അമ്മയും സ്ത്രീകളാണ്. ഒരാൺതുണയില്ലാത്ത പാവങ്ങൾ. മുതലാളി പറഞ്ഞാൽ പിന്നെ അവർക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റും. ആ, അദ്ദേഹം വലിയവനായതുകൊണ്ട് അച്ഛനും അതിന് കൂട്ടി നിൽക്കുന്നു. പീറ്റർ, എനിക്ക് വലിയവനെന്നും ചെറിയവനെന്നുള്ള വ്യത്യാസമില്ല. എന്റെ കണ്ണിൽ എല്ലാവരും മനുഷ്യരാണ്. ഈ ആദർശം എവിടെ നിന്ന് എല്ലാ അച്ഛന്മാരും പറഞ്ഞിട്ടുണ്ട്, പള്ളിയിൽ പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ പ്രവൃത്തിയിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. അച്ഛൻ ഒരു കാര്യം, പറഞ്ഞ തുക കിട്ടാതെ അവരവിടെ നിന്ന് മാറുകയുമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആരും അവരെ മാറ്റുകയും. പിന്നെ അനാവശ്യമായി അച്ഛൻ ഈ കാര്യത്തിൽ ഇടപെട്ടാൽ ഇനി ഈ ലോഹയെ ഞാൻ ബഹുമാനിച്ചത്. അച്ഛൻ മധ്യസ്ഥൻ നിന്നുകൊണ്ട് 10 സെന്റ് സ്ഥലം കൊടുക്കാമെന്ന് മോലാടി സമ്മതിച്ചതാ. എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി? പീറ്റർ കയറി ഉടക്കി. 10,000 രൂപ കൂടി മേടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് എന്തൊരു ന്യായമാണ്? ഇവനേരെ ഈ നാട്ടിലെ മജിസ്ട്രേറ്റോ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. കപ്പേരെന്താ ഇത്ര കാര്യമായിട്ട് ചോദിക്കുന്നത്? ഞാനൊരു ശവപ്പെട്ടിക്ക് വില ചോദിക്കായിരുന്നു. ആർക്കാ? എനിക്ക് തന്നെ. തനിക്ക് താൻ തന്നെയാണോ ശവപ്പെട്ടി പഠിക്കുന്നത്? പറഞ്ഞപോലെ എനിക്കെന്തിന് ഇപ്പൊ ശവപ്പെട്ടി? ആ പുറജാതിക്കാരി നിന്റെ ആരാടാ? പുറജാതിക്കാരി? അതേടാ, ആ നായര് പെണ്ണ് അശ്വതി. ആ, നീയാണോ അവളെ കുടി താമസിച്ചത്? അല്ല, പിന്നെ അവരെ കുടി ഒഴിപ്പിക്കുന്നിടത്ത് നിനക്കെന്ത് കാര്യം? അപ്പ അവര് പാവങ്ങൾ. വെറും കൈയോടെ ഇറക്കി വിട്ടാൽ അവരെങ്ങോട്ട് പോകും? ഇങ്ങോട്ട് വിളിച്ചോണ്ട് പോരടാ. ഈ കളിക്കുന്ന ആരോടാണെന്ന് അറിയാമോ? ചാക്കോ മലയാളിയോടാ. അങ്ങനെ പേടിച്ചാൽ ഇവിടെ ജീവിക്കാൻ ഒക്കും. അപ്പ നിനക്കിതിലെന്ത് കാര്യമെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പ ഈ ഭൂമി എല്ലാവർക്കും കൂടി ഉള്ളതാ. ഇവിടെ എല്ലാവർക്കും ജീവിക്കുകയും വേണം. എവിടെ നീതി അത് കണ്ടാലും ഞാൻ എതിർക്കും. നീ എതിർക്കോടാ? ആ, എതിർക്കും. എമ്മാടി നിന്നെ നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ മനുഷ്യനെ? അതേടി, അവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിച്ചു. എന്റെ മോൻ ഒരു വലിയ ആളാകുമെന്ന് ഞാൻ കരുതി. പക്ഷെ അവനെ പറ്റിയുള്ള കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. നാരായണൻകുട്ടിയെ, എന്റെ പറ്റത്രയെന്ന് വല്ല പിടിയുണ്ട? പറ്റ് കൃത്യമായിട്ട് ഞാൻ കണക്ക് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്ക് കണക്ക് പുസ്തകത്തിൽ എഴുതിയോണ്ട് എന്താണ് കാര്യം? അത് 30-ാം തീയതി കാശ് തരും. അതാ നമുക്ക് ഇന്ന് 31-ാം തീയതി. അയ്യോ, അത് ഞാൻ ഓർത്തില്ല. ഓർക്കണം, നമ്മളെ മോള് സബീനിക്ക് ഒരു കല്യാണാലോചന വന്നിട്ട് കെട്ടാൻ വരുന്ന ഒരു കണക്ക് പുസ്തകം എടുത്തു കൊടുത്താൽ കെട്ടുവോ? അതെങ്ങനെയാ? അപ്പൊ പണം തന്നെ കൊടുക്കണം. അതുകൊണ്ട് 15-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മളെ പറ്റി തീർക്കണം. ശരിയോ നമുക്ക്? ആ, പിന്നെ ഇത് നാരായണൻകുട്ടിയോട് മാത്രമായിട്ടല്ല, മറ്റാരോടും എല്ലാരോടും ആയിട്ടാ പറയണത്. നമുക്ക് അവർ ചായ താ. നീ വന്ന ഒത്തിരി നീ ഒരു പുതിയ കുഴപ്പമുണ്ടാക്കിയത് കേട്ടല്ല? കുഴപ്പം? എന്ത് കുഴപ്പം? ആ, ഞമ്മടുത്ത് വേണം മോനെ ഈ ഒളിച്ചു കളി. കാര്യം പറ നമുക്ക്. അശ്വതി നീയായിട്ട് മോഹത്തിലാണെന്ന് കേട്ടില്ല? അതാണോ കാര്യം? അപ്പൊ സംഗതി ശരിയാണ്. ആ, എനിക്ക് അവളെ ഇഷ്ടമാണ് നമുക്ക്. അതൊരു തെറ്റാണ്? തെറ്റല്ല, പക്ഷേങ്കില് അവള് ഹിന്ദു, നീ ക്രിസ്ത്യാനിയാണ്. അതിലൊരു കാര്യമില്ല നമുക്ക്. എന്റെ കണ്ണിൽ 2 ജാതിയും, ആണും പെണ്ണും. ജാതിയില്ലെന്നാ? അപ്പൊ നമ്മൾ ഇസ്ലാം അല്ലെന്നാണ് ഈ പറയണത്? നമുക്ക് എന്ത് ജാതിയാ? ഇസ്ലാം. നമുക്കാന്റെ വാപ്പയോ?
ഒന്നാന്തര ഇസ്ലാം. ബാപ്പാന്റെ ബാപ്പാന്റെ ബാപ്പയോ? ഓ, ഞമ്മള് പാരമ്പര്യമായിട്ട് ഇസ്ലാമാണ്. ആട്ടെ, പടച്ചവൻ ആദ്യം ആരെ സൃഷ്ടിച്ചെന്നാണ് നിങ്ങളുടെ കിതാബി പറയുന്നത്? ആദം നബി. ആ ആദാമിന്റെ മക്കളല്ലേ പിന്നീടുണ്ടായ മനുഷ്യരെല്ലാം? അതെ. അപ്പോ ആദാമിന്റെ ജാതി എന്തായിരുന്നു? ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനി? ആദം ഏത് ജാതി എന്ന് പറ. അതൊരു വലിയ ചോദ്യമാണല്ലോ. ആലോചിച്ച് നാളെ ഉത്തരം പറഞ്ഞാൽ മതി. ദേ കാശ്. ആദം സബീന, എന്താ കാക്ക? ആദമിന്റെ ജാതി എന്താണ് മോളെ? ആദാമിന്റെ ജാതിയോ? ആ എനിക്ക് അറിഞ്ഞൂടെ കാക്ക. വരാലേ, പിന്നെ എന്ത് കുന്തം പഠിക്കാനാണ് ഈ ദിവസം പുസ്തകം ഞാൻ സ്കൂളിൽ പോകുന്നത്? പോകത്തു. ആദമിന്റെ ജാതി എന്താണെന്ന് അറിഞ്ഞൂടാ. ഇവിടെ വാ. എന്താ അമ്മുക? ആ, ആദാമിന്റെ ജാതി എന്താടാ? ആദാമോ? ആ, അതാരാ? അന്റെ ബാപ്പാന്റെ 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 ബാപ്പ. ഓരോ ഹിമാറെ, ആദാമിന്റെ ജാതി അറിയാണ്ട് എന്തിനാണോ ജീവിക്കണത്? അള്ളാ, ഈ പാരോടാ നമ്മൾ ചോദിക്കുക.